ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണികൾ വെറും വാക്കുകളല്ലെന്ന് ലോകത്തിനറിയാം. പക്ഷേ ഇറാൻ്റെ മറുപടി ട്രംപ് പോലും പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്. അമേരിക്കൻ പടക്കപ്പലുകൾ അറേബ്യൻ കടലിൽ വലവിരിച്ച് കാത്തിരിക്കുകയാണ്. ലക്ഷ്യം ഒന്നേയുള്ളൂ, ഇറാൻ്റെ ഒരൊറ്റ എണ്ണക്കപ്പൽ പോലും പുറം ലോകം കാണരുത്. എന്നാൽ ഈ ഉപരോധ കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് സില്ലി സിറ്റി എന്ന ടാങ്കർ ഇറാൻ തീരത്തണിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിയത് വാഷിങ്ടണാണ്. ഇത് കേവലം ഒരു കപ്പൽ യാത്രയല്ല, അമേരിക്കൻ ഗർവിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ്. ലോകത്തിൻ്റെ ശ്വാസനാളം എന്ന് വിളിക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു കപ്പൽ തടയലല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ പോരാട്ടത്തിൻ്റെ തുടക്കമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ ലോകം വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ നിഴലിലാണോ എന്ന ചോദ്യം ശക്തമായിരിക്കുന്നു. ട്രംപിൻ്റെ ഓരോ നീക്കങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികളാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ഗർവ് ഈ ലോകത്തിനു മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഇറാനും ചൈനയും ഉയർത്തുന്ന പ്രതിരോധം ഒരു പുതിയ ശക്തി സമവാക്യത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങൾ ഇതിൻ്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. MV ടൗസ്ക എന്ന ഇറാനിയൻ കപ്പൽ അമേരിക്കൻ നാവികസേന തടഞ്ഞത് കേവലം ഒരു സാങ്കേതിക നടപടിയായി കാണാൻ കഴിയില്ല. സൈനിക ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ കടത്തുന്നു എന്നാരോപിച്ച് അമേരിക്ക നടത്തിയ ഈ നീക്കം ലോകത്തെ ഊർജ്ജ വിപണിയെയും നയതന്ത്ര ബന്ധങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ചിരിക്കുകയാണ്. എന്നാൽ പഴയതുപോലെ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ലോകം നിശബ്ദരായി നിൽക്കുന്നില്ല എന്നതാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യം. ട്രംപിൻ്റെ ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിയൻ ടാങ്കറായ സില്ലി സിറ്റി അമേരിക്കൻ നാവികസേനയുടെ മൂക്കിന് താഴെ കൂടി സുരക്ഷിതമായി കടന്നുപോയത് വാഷിങ്ടണിനുള്ള ശക്തമായ താക്കീതാണ്. 20ലധികം ഷാഡോ വെസലുകൾ ഉപയോഗിച്ച് അമേരിക്കൻ റഡാറുകളെ കണ്ണുവെട്ടിച്ച് ഇറാൻ തങ്ങളുടെ എണ്ണ വ്യാപാരം തുടരുമ്പോൾ ഉപരോധങ്ങൾ വെറും ജലരേഖയാവുകയാണ് എന്ന് വ്യക്തം. കരാറില്ലെങ്കിൽ ബോംബുകൾ പൊട്ടിത്തെറിക്കുമെന്ന ട്രംപിൻ്റെ കടുത്ത ഭാഷയിലുള്ള ഭീഷണികളെ ഇറാൻ ഒട്ടും ഭയപ്പെടുന്നില്ല. കീഴടങ്ങാനുള്ള വേദിയായി ചർച്ചകളെ മാറ്റാൻ തങ്ങൾ തയ്യാറല്ലെന്നും യുദ്ധക്കളത്തിൽ പുതിയ അടവുകൾ പുറത്തെടുക്കാൻ തങ്ങൾ സജ്ജമാണെന്നുമാണ് ഇറാൻ്റെ ഔദ്യോഗിക നിലപാട്. ഇതിലൂടെ അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന പഴയ ഇറാനല്ല ഇത്. ഇവിടെ ചൈനയുടെ പങ്കും ഏറെ നിർണായകമാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ ഏകപക്ഷീയവും നിയമവിരുദ്ധവുമെന്ന് വിശേഷിപ്പിക്കുന്ന ചൈന ഇറാന് തന്ത്രപരമായ പിന്തുണ നൽകുന്നുണ്ട്. പടിഞ്ഞാറൻ അധിനിവേശത്തിന് നേരെ ഡ്രാഗണും സിംഹവും കൈകോർക്കുമ്പോൾ അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അന്ത്യമാണോ കുറിക്കുന്നതെന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഡോളർ അധിഷ്ഠിതമായ ലോകക്രമത്തിന് പകരം ഒരു ബഹുധ്രുവ ലോകം രൂപപ്പെടുകയാണ്. പ്രാദേശിക കറൻസികളുള്ള വ്യാപാരവും പുതിയ വ്യാപാര പാതകളും ഇതിന് കരുത്തേകുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഓരോ നിഴലനക്കവും ആഗോള സാമ്പത്തിക ഭദ്രതയെയും നിങ്ങളുടെ അടുക്കള ബജറ്റിനെയും വരെ ബാധിക്കുന്ന ഒന്നാണ്. തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ സാമ്പത്തിക പ്രതിരോധം തീർത്തുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ കുതിപ്പ് പടിഞ്ഞാറൻ രാജ്യങ്ങളെ വിയർപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ ടാസ്ക് ഫോഴ്സ് അറേബ്യൻ കടലിൽ ഇരച്ചു നിൽക്കുമ്പോഴാണ് ഈ വെല്ലുവിളി നടന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഉപരോധം ലംഘിക്കുന്ന ഏത് കപ്പലിനെയും തടയുമെന്ന കർശന മുന്നറിയിപ്പ് അത് ട്രംപ് നൽകിയിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം പുല്ലുവില കൽപ്പിച്ചാണ് ഇറാൻ നാവികസേനയുടെ അകമ്പടിയോടെ സില്ലി സിറ്റി മുന്നേറിയത്. അറേബ്യൻ കടലിലെ ഇരുണ്ട രാത്രികളിൽ അമേരിക്കൻ റഡാറുകളെയും നാവിക വ്യൂഹത്തെയും സാക്ഷിയാക്കി ആ ഇറാനിയൻ ടാങ്കർ സ്വന്തം തീരത്തെത്തി. ചർച്ചാമേശയെ ഒരു കീഴടങ്ങൽ വേദിയാക്കി മാറ്റാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്ന് ഇറാൻ തിരിച്ചറിയുന്നു. വെടിനിർത്തൽ നീട്ടാൻ ട്രംപ് വിസമ്മതിക്കുമ്പോഴും ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിൻ്റെ വാക്കുകളിൽ ആത്മവിശ്വാസം പ്രകടമാണ്. ഭീഷണികളുടെ നിഴലിൽ ഞങ്ങൾ ചർച്ചയ്ക്കില്ല, യുദ്ധക്കളത്തിൽ പുതിയ അടവുകൾ പുറത്തെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അമേരിക്കൻ ഭരണകൂടത്തിനുള്ള വലിയ പ്രഹരമാണ്. അമേരിക്കയുടെ പ്രതിച്ഛായക്കും ഈ സംഭവങ്ങൾ വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. മുൻപ് അമേരിക്കൻ നടപടികളെ ചോദ്യം ചെയ്യാൻ മടിച്ചിരുന്ന രാജ്യങ്ങൾ പോലും ഇന്ന് പരസ്യമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. സോഷ്യൽ മീഡിയയുടെയും തത്സമയ വാർത്താലോകത്തിൻ്റെയും കാലത്ത് സൈനിക ശക്തി മാത്രം പോരാ, മറിച്ച് വിശ്വാസ്യതയും പ്രധാനമാണെന്ന് അമേരിക്ക തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ട്രംപിൻ്റെ അധികാര ഗർവിനും വെടിനിർത്തൽ റദ്ദാക്കലിനും മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ ഒരുക്കമല്ലെന്ന് സില്ലി സിറ്റിയുടെ വിജയം ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് ലോകത്തിൻ്റെ അധികാരം ആരുടെ കൈകളിൽ ഇരിക്കണം എന്നതിനെ ചൊല്ലിയുള്ള വലിയ പോരാട്ടമാണ്. ഒരിക്കൽ അമേരിക്കയുടെ ഏത് നീക്കത്തെയും പേടിയോടെ കണ്ടിരുന്ന ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ഇറാൻ്റെ പ്രതിരോധത്തെ കൗതുകത്തോടെയും ചിലർ പിന്തുണയോടെയുമാണ് നോക്കിക്കാണുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതും ആഗോള
സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടുന്നതും ഈ നയതന്ത്ര യുദ്ധത്തിൻ്റെ ഫലങ്ങളാണ്. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ പലപ്പോഴും അവർ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് പുതിയ സഖ്യങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നു. ഇറാൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധവും ചൈനയുടെ പരോക്ഷ പിന്തുണയും വാഷിങ്ടണിൻ്റെ സാമ്പത്തിക യുദ്ധത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. ഹോർമൂസിലെ ഈ നീക്കങ്ങൾ ലോകത്തെ മറ്റൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്കോ അതോ ഒരു വലിയ യുദ്ധത്തിലേക്കോ ആണോ നയിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എങ്കിലും ഒന്ന് വ്യക്തമാണ്, ലോകം ഇപ്പോൾ ഒരു നിശബ്ദ വിപ്ലവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പഴയ ആധിപത്യങ്ങൾ തകരുകയും പുതിയ സഹകരണത്തിൻ്റെ പാതകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അമേരിക്കയുടെ ആണവ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇറാൻ്റെ നേതൃത്വം. ട്രംപിൻ്റെ പുതിയ ഭീഷണികൾ ലോകത്തെ ആശങ്കയിലാഴ്ത്തുമ്പോൾ ഇറാൻ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുന്നു. US നേവി ഫ്ലീറ്റ് ഗ്രൂപ്പിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇറാനിയൻ നാവികസേന നൽകിയ കനത്ത സുരക്ഷയിലാണ് സില്ലി സിറ്റി മടങ്ങിയത് എന്നത് ഇറാൻ്റെ സൈനിക കരുത്തിനുള്ള സാക്ഷ്യപത്രമാണ്. ട്രംപ് ധാരാളം ബോംബുകൾ എന്ന പ്രയോഗത്തിലൂടെ ഭീതി പടർത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ സാമ്പത്തിക പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണിവിടെ. ചൈനയെപ്പോലെയുള്ള വൻശക്തികളുടെ പിന്തുണയുള്ളതിനാൽ അമേരിക്കൻ ഉപരോധങ്ങൾ പൂർണ്ണമായും ലക്ഷ്യം കാണുന്നില്ല. ഭീഷണികൾ കൊണ്ട് ഒരു രാജ്യത്തെയും നശിപ്പിക്കാനാവില്ലെന്നും നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏതൊരു വലിയ ശക്തിയെയും പ്രതിരോധിക്കാമെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു.